സദ്യകളിലെ പ്രധാന വിഭവമാണ് കട്ടിപ്പരിപ്പ്. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവകൾ വെച്ച് വളരെ രുചികരമാക്കിയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. കട്ടിപ്പരിപ്പ് പ്രധാനമായിട്ടും ചെയ്യുന്നത് ചെറുപയർ പരിപ്പ് വെച്ചിട്ടാണ്. ചെറുപയർ പരിപ്പിൽ തയ്യാറാക്കിയെടുക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇങ്ങനെ ചൂടാക്കിയിട്ട് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണേ. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണേ. ഇനി ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. കഴുകിയെടുത്തിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം കുക്കറിൻ്റെ അടപ്പ് വെച്ച് മൂടി വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം. 1/4 കപ്പ് തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസ് വലിപ്പമുള്ള പച്ചമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള പച്ചമുളകാണെങ്കിൽ 2 എണ്ണം മതിയാകും. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണേ. ആവിയൊക്കെ പോയതിന് ശേഷം കുക്കറിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഉടച്ചാൽ നന്നായിട്ട് ഉടയുന്ന പരുവമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറുപയർ പരിപ്പ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ച് വെക്കണം കേട്ടോ. ഒന്ന് തിള വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലിനി പ്രത്യേകിച്ച് വറവ് ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. ഈ നെയ്യും കറിവേപ്പിലയും മാത്രം മതി ഈ ഒരു പരിപ്പിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. സദ്യയിൽ ആദ്യം വിളമ്പുന്ന കറി കട്ടിപ്പരിപ്പല്ലേ, അതിൻ്റെ മുകളിൽ നെയ്യ് കൂടി ഒഴിച്ചിട്ട് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കട്ടിപ്പരിപ്പ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.